നമസ്കാരം. മിഡ് ഈസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിൽ പൊതുമാപ്പ് ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നതിന് ഇന്ത്യൻ പ്രവാസികൾക്ക് സഹായം ഉറപ്പാക്കാൻ സേവന കേന്ദ്രങ്ങൾ. സേവനത്തിന് സാമൂഹ്യ പ്രവർത്തകരുടെ സഹായം ഉറപ്പാക്കും. തീരുമാനം ഇന്ത്യൻ അംബാസിഡർ വിളിച്ചു ചേർത്ത യോഗത്തിൽ. വാർത്തകൾ വിശദമായി. സൗദിയിൽ പൊതുമാപ്പ് ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് സഹായം ഉറപ്പുവരുത്താൻ സേവന കേന്ദ്രങ്ങൾ തുറക്കും. റിയാദ് ഇന്ത്യൻ എംബസിയിൽ വിളിച്ചു ചേർത്ത വളണ്ടിയർമാരുടെ യോഗത്തിലാണ് അംബാസിഡർ അഹമ്മദ് ജാവേദ് ഇക്കാര്യം അറിയിച്ചത്. സാമൂഹ്യ പ്രവർത്തകരുടെ സഹായം ഉറപ്പാക്കി പൊതുമാപ്പിന്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് എംബസി ആരംഭിച്ചത്. നിലവിലുള്ള പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സേവന കേന്ദ്രങ്ങൾ തുടങ്ങുക. വിദൂര കേന്ദ്രങ്ങളിൽ സാധ്യമാകുന്ന രീതിയിൽ പുതിയ കേന്ദ്രങ്ങൾ പരിഗണിക്കും. രാജ്യം വിടാൻ നിയമസാധുതയുള്ള യാത്രാരേഖകൾ ഇല്ലാത്തവർക്ക് ഇത്തരം കേന്ദ്രങ്ങളിലെത്തി രേഖകൾ പൂർത്തീകരിക്കാൻ അവസരമുണ്ടാകും. അപേക്ഷകർ നേരിട്ട് സേവന കേന്ദ്രത്തിലെത്തണം. അപേക്ഷ സമർപ്പിച്ച് ഒരാഴ്ചക്കകം എമർജൻസി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. എമർജൻസി സർട്ടിഫിക്കറ്റിനുള്ള ഫീസ് ഒഴിവാക്കുന്നതിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായും അംബാസഡർ അഹമ്മദ് ജാവേദ് വ്യക്തമാക്കി. To avail of this facility, the form is available online, which anybody can download. It's a simple two-page form which they have to fill up, and along that the requirements of documents are also laid down. For example, a copy of the passport, whether it is expired or not there, and a few other documents are required. Once they are completely done, they have to come and deposit it at the depositing center. രാജ്യത്തിന്റെ വിദൂര ദിക്കുകളിലുള്ളവരുൾപ്പെടെ എല്ലാവരിലേക്കും പൊതുമാപ്പിന്റെ സന്ദേശം എത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകർ ശ്രമിക്കണമെന്ന് എംബസി ആവശ്യപ്പെട്ടു. സന്നദ്ധ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് എംബസി പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നത്. സേവനത്തിന് മധ്യവർത്തികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തരുതെന്ന മുന്നറിയിപ്പ് നൽകിയ എംബസി വളണ്ടിയർമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അടുത്ത ദിവസം പുറത്തിറക്കുമെന്നും അറിയിച്ചു. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ജിദ്ദ മേഖലയിലെ ഇന്ത്യൻ സമൂഹവും ഒരുക്കങ്ങൾ ആരംഭിച്ചു. പ്രവാസി ഇന്ത്യൻ സംഘടനാ പ്രതിനിധികളുടെയും വളണ്ടിയർമാരുടെയും യോഗം നാളെ രാവിലെ 10-ന് കോൺസുലേറ്റിൽ നടക്കുമെന്ന് കോൺസുലർ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് പറഞ്ഞു. ഹജ്ജ് ഉംറ തീർത്ഥാടക വിസ നിയമം ലംഘിച്ച് ഇന്ത്യക്കാർ സൗദിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. So on Saturday we would be having a meeting with the community leaders also in the consulate. And we will also discuss it further, and of course we will be seeking more information from the relevant authorities on the exact the processes. സിറിയ, യമൻ തുടങ്ങിയ പ്രശ്നബാധിത രാഷ്ട്രങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ പൊതുമാപ്പ് കാലത്ത് നാടുകടത്തില്ലെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. ഇവർക്ക് നിലവിലുള്ള വിസിറ്റ് വിസയും താൽക്കാലിക തിരിച്ചറിയൽ കാർഡും പുതുക്കി നൽകുകയോ ഇഖാമ നൽകുകയോ വേണമെന്നാണ് ഉന്നത സഭയുടെ നിർദ്ദേശമെന്നും പാസ്പോർട്ട് വിഭാഗം വക്താവ് പറഞ്ഞു. എന്നാൽ മറ്റേതെങ്കിലും രാജ്യക്കാർക്ക് 90 ദിവസത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് ലഭിക്കില്ല. ഇളവുകാലം ഉപയോഗപ്പെടുത്താതെ അലസത കാണിക്കുന്ന നിയമലംഘകരെ കാലാവധി കഴിയുന്നതോടെ പിടികൂടി ശിക്ഷയും പിഴയും നൽകി നാടുകടത്താനാണ് നിർദ്ദേശം. നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനയിൽ 20 സർക്കാർ സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രസീലിൽ നിന്ന് ഇറച്ചിയടക്കം ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നത് UAE നിരോധിച്ചു. മോശം ഉൽപ്പാദനത്തിന്റെ പേരിൽ ബ്രസീൽ 21 കമ്പനികൾ അടച്ചുപൂട്ടിയ സാഹചര്യത്തിലാണ് നടപടി. മുൻകരുതൽ എന്ന നിലയിൽ ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾ വാങ്ങരുതെന്ന് മന്ത്രാലയം പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. UAE പരിസ്ഥിതി മന്ത്രാലയമാണ് ബ്രസീലിൽ നിന്നുള്ള ഫ്രോസൺ ഉൽപ്പന്നങ്ങളടക്കം ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി നിരോധിച്ച് ഉത്തരവിട്ടത്. നിരോധിച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് ഉടൻ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് അബുദാബി ഭക്ഷ്യ നിയന്ത്രണ അതോറിറ്റിക്കും ദുബൈ, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ നഗരസഭകൾക്കും മന്ത്രാലയം സർക്കുലർ അയച്ചു. ഇറച്ചി, കോഴി, പച്ചക്കറി, തേൻ, മത്സ്യം എന്നിങ്ങനെ നിരോധിച്ച ഉൽപ്പന്നങ്ങളുടെ പട്ടിക മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. നിലവിൽ സ്റ്റോക്കുള്ള ബ്രസീൽ ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുകയോ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ബ്രസീലിലേക്ക് തിരിച്ചയക്കുകയോ ചെയ്യണമെന്ന് സർക്കുലറിൽ പറയുന്നു. ബ്രസീലിയൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ബ്രസീലിൽ പരിശോധകർക്ക് കൈക്കൂലി നൽകിയാണ് ചില കമ്പനികൾ ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. UAEക്ക് പുറമെ ചൈന, മെക്സിക്കോ, കാനഡ, യൂറോപ്യൻ യൂണിയൻ, സൗദി അറേബ്യ, ജപ്പാൻ, സ്വിറ്റ്സർലൻഡ്, ഹോങ്കോങ്, ചിലി എന്നിവയും ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. മീഡിയ 1, അബുദാബി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദുബൈയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ഷിനോജ്, UAE പരിസ്ഥിതി മന്ത്രാലയമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിരോധം കൊണ്ടുവന്നിട്ടുള്ളത്. എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾക്കാണ് പ്രധാനമായും നിരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്? വിശദാംശങ്ങൾ. നിതിൻ, UAE ഏറ്റവും കൂടുതൽ UAE
ബ്രസീലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ അറബ് രാജ്യമാണ്. ഒന്നാമത്തെ അറബ് രാജ്യം സൗദിയാണ്. ഏറ്റവും കൂടുതൽ ഇറച്ചി ഉൽപ്പന്നങ്ങളാണ് ബ്രസീലിൽ നിന്ന് UAE-യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റു ഭക്ഷ്യവസ്തുക്കൾ, തേൻ, പച്ചക്കറി എന്നിവയെല്ലാം ബ്രസീലിൽ നിന്ന് വരുന്നുണ്ട്. പ്രധാനമായും മലയാളികൾ നടത്തുന്ന കഫ്തീരിയകളടക്കം ഉപയോഗിക്കുന്നത് ബ്രസീലിൽ നിന്നുള്ള കോഴി ഉൽപ്പന്നങ്ങളാണ്. ഫ്രോസൺ ഉൽപ്പന്നങ്ങൾ കൂടുതലും വരുന്നത് ബ്രസീലിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ നിരോധിക്കുന്നത് കൊണ്ട് മറ്റു ഭക്ഷ്യവസ്തുക്കൾക്ക് വില കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ വിപണിയിൽ ക്ഷാമം അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ എത്തിച്ച് അത് പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ വിപണിയിലുള്ള ബ്രസീൽ ഉൽപ്പന്നങ്ങൾ എടുത്തു മാറ്റാനും അവ ഉപയോഗിക്കരുതെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വൻതോതിൽ ഇത് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളും ഹോട്ടലുകളുമൊക്കെ അത്തരമൊരു പ്രതിസന്ധി നേരിടും എന്നാണ് വിപണിയിൽ നിന്നുള്ളവർ പറയുന്നത്. എന്നാൽ UAE-യിലേക്ക് എത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നല്ല രീതിയിൽ പരിശോധിച്ചിട്ടാണ് പലപ്പോഴും ആഭ്യന്തര വിപണിയിലേക്ക് കയറ്റിവിടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം, ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാവില്ല എന്നാണ് അധികൃതർ പറയുന്നത്. എങ്കിലും മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് അവ ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നത്. നിതിൻ. ഷിനോജ്, ഒപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള കാലയളവ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ ഉൽപ്പന്നങ്ങൾ എന്തു ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് മന്ത്രാലയം പുറപ്പെടുവിക്കുന്നത്? പ്രത്യേകിച്ച് കാലയളവ് ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇവ മാറ്റണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നുകിൽ ഇത് ജനങ്ങളിലേക്ക് എത്തരുത്, അല്ലാത്ത പക്ഷം ഇത് അതായത് എമിറേറ്റിലുള്ള ഭക്ഷ്യ സുരക്ഷാ സമിതിയുടെ മേൽനോട്ടത്തിൽ ബ്രസീലിലെ കമ്പനികളിലേക്ക് തന്നെ തിരിച്ചയക്കാനാണ് ഇപ്പോൾ മന്ത്രാലയം എല്ലാ എമിറേറ്റിലുള്ള സ്ഥാപനങ്ങളോടും അതോറിറ്റികളോടും നിർദ്ദേശിച്ചിട്ടുള്ളത്. നിതിൻ. ശരി ഷിനോജ്. UAE-യിൽ കനത്ത മഴ. എല്ലാ എമിറേറ്റിലും സാമാന്യം ശക്തമായ മഴ രേഖപ്പെടുത്തി. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാട്ടിലെ തുലാവർഷം കണക്കെ മിന്നലെറിഞ്ഞ് ഇടിവെട്ടിയാണ് മഴ തിമിർത്തു പെയ്യുന്നത്. വ്യാഴാഴ്ച രാത്രി അബുദാബി മുതൽ ഫുജൈറ വരെ ഏതാണ്ട് എല്ലാ എമിറേറ്റിലും കനത്ത മഴ രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ നഗരത്തിലെമ്പാടും വലിയ വെള്ളക്കെട്ട് രൂപം കൊണ്ടു. വാരാന്ത്യ അവധി ദിവസമായതിനാൽ മഴ ഗതാഗതത്തെ കാര്യമായി ബാധിച്ചില്ല. നാട്ടിൽ കിട്ടാതെ പോയ മഴ ഗൾഫിൽ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ. നല്ല മഴയാണ്. ഇപ്പോൾ തന്നെ അൽക്കൽ റോഡിൽ വരുമ്പോൾ നല്ല മഴയായിരുന്നു. നല്ല വെള്ളക്കെട്ടൊക്കെ കണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ആ സമയത്തും ഒരു 4 മണി 5 മണി ആ ടൈമിലൊക്കെ നല്ല മഴയായിരുന്നു. കുഴപ്പമില്ല. നാട്ടിലുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ നല്ല തണുപ്പും. ഇനിയുള്ള 3 ദിവസവും ആകാശം മേഘാവൃതമായിരിക്കും. ശക്തമായ കാറ്റുണ്ടാകും. കടൽ പ്രക്ഷുബ്ധമായിരിക്കും. ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവും അടുത്ത തിങ്കളാഴ്ച വരെ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അനീസ് സ്വാഗതമാടിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. കനത്ത മഴയും കാറ്റും കാരണം ഇന്ന് UAE-യിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന 100-ലധികം വിമാനങ്ങൾ വൈകി. ദുബായിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളാണ് ഏറെയും വൈകിയത്. ദുബായിൽ ഇറങ്ങേണ്ടിയിരുന്ന 30-ലധികം വിമാനങ്ങളും വൈകി. ഇന്ത്യയിൽ നിന്നുള്ള ജെറ്റ് എയർവേസ് വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും. അബുദാബി, അൽ ഐൻ, ദുബായ്, ഫുജൈറ, അൽബത്തീൻ വിമാനത്താവള പരിസരങ്ങളിലെല്ലാം കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത്. ഒമാനിൽ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ബുറൈമിയിൽ ശക്തമായ മഴ. മസ്കത്ത്, ബാത്തിന പ്രവിശ്യകളിലും ഇന്ന് രാവിലെ ചെറിയ മഴയുണ്ടായി. മസ്കത്ത്, ബാത്തിന പ്രവിശ്യകളിൽ രാവിലെ മുതൽ അന്തരീക്ഷം മൂടിക്കെട്ടി നിന്നിരുന്നെങ്കിലും ചെറിയ മഴ മാത്രമാണ് ലഭിച്ചത്. മസ്കത്ത് പ്രവിശ്യയിൽ റൂവി അടക്കം സ്ഥലങ്ങളിൽ ഉച്ചയോടെയാണ് മഴയുണ്ടായത്. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് റിപ്പോർട്ട് പുറപ്പെടുവിച്ചിരുന്നു. വാർത്തകളിലേക്ക്. മസ്കത്ത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാളം വിംഗ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ടി ഭാസ്കരൻ കൺവീനറായി വിജയിച്ചു. TM ഉണ്ണികൃഷ്ണൻ നായർ, T കുട്ടിയാലി, V ജയകുമാർ, EN കുർദീഷ്, PM മുരളീധരൻ, രഘുപ്രസാദ്, സിന്ധു സുരേഷ്, രമ്യ ഡെൻസിൽ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. കെട്ടിടങ്ങളിലും ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലും കുട്ടികൾക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കണമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശം.
എക്സ്കലേറ്ററുകൾ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും മുനിസിപ്പാലിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഖാലിദ് മുഹമ്മദ് ഷെരീഫ് നിർദ്ദേശിച്ചു. എസ്കലേറ്ററുകളിൽ കുട്ടികൾ തൂങ്ങിക്കിടക്കാനോ വസ്ത്രങ്ങൾ കുരുങ്ങാനോ ഉള്ള സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. എലിവേറ്ററുകൾ, എസ്കലേറ്ററുകൾ, പാസ്വേകൾ എന്നിവയുടെ സുരക്ഷ അതാത് സ്ഥാപനങ്ങളുടെ ചുമതലയായിരിക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകുന്നു. വാർത്തകൾ തുടരുന്നു. ബഹ്റൈനിലെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയായ കേരളീയ സമാജത്തിലെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് വീറും വാശിയും നിറഞ്ഞതായി. അടുത്ത ഒരു വർഷത്തേക്കുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതിനായിരുന്നു ഇരു പാനലും തമ്മിലുള്ള ആവേശം നിറഞ്ഞ പോരാട്ടം. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ നിറഞ്ഞ ആവേശമാണ് ഇരു പാനലുകളുടെയും പ്രവർത്തകർ പ്രകടമാക്കിയത്. നിലവിലെ ഭരണസമിതി നയിക്കുന്ന PV രാധാകൃഷ്ണപിള്ള പ്രസിഡന്റും NK വീരമണി ജനറൽ സെക്രട്ടറിയുമായുള്ള യുണൈറ്റഡ് പാനലും K ജനാർദ്ദനൻ പ്രസിഡന്റും K ശ്രീകുമാർ ജനറൽ സെക്രട്ടറിയുമായുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് ഫോറം പാനലും തമ്മിലാണ് മത്സരം നടന്നത്. വിവിധ നിറങ്ങളിലുള്ള ടീഷർട്ടുകളും ബാഡ്ജുകളും അണിഞ്ഞ് ഇരു പാനലുകളുടെയും പ്രവർത്തകർ രംഗത്ത് സജീവമായതിനാൽ തെരഞ്ഞെടുപ്പ് ആവേശം കൊഴുത്തു. വോട്ട് ചെയ്യാനെത്തിയവരെ കണ്ടും കുശലം പറഞ്ഞും വോട്ട് പിടിക്കാൻ ഇരു പാനലുകളുടെ സ്ഥാനാർത്ഥികളും പരസ്പരം മത്സരിച്ചു. യുണൈറ്റഡ് പാനൽ ഉജ്ജ്വല വിജയം നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് അംഗങ്ങളാണ് പ്രതീക്ഷകളോടെ ഞങ്ങളുടെ പാനലിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യാതൊരു സംശയമില്ല. റിസൾട്ട് വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. രാവിലെ മുതൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗിൽ 1000-ലധികം ആളുകൾ ഇതുവരെ പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും വിജയം ഞങ്ങളുടേതായിരിക്കും. ജനകീയ പക്ഷത്തായിരിക്കും വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൗണ്ടറുകളിലെ പ്രചരണം സജീവമാക്കാൻ വനിതകളടക്കം നിരവധി പേർ രംഗത്തുണ്ടായിരുന്നു. സന്ധ്യയോടെ സമാപിച്ച തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കെ 1500-ലധികം അംഗങ്ങളുള്ള കേരളീയ സമാജത്തിന്റെ ഭരണസമിതിയിൽ ഏതു പാനലായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക എന്ന് ആവേശത്തോടെ ഉറ്റുനോക്കുകയാണ് ബഹ്റൈനിലെ പ്രവാസികൾ. ക്യാമറ പേഴ്സൺ സുഫൈൽ മാടായിക്കൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. സിറാജ് പള്ളിക്കരയുണ്ട് ബഹ്റൈനിൽ നിന്ന്. സിറാജ്, വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണോ? എപ്പോഴായിരിക്കും അന്തിമ ഫലപ്രഖ്യാപനം? നിതിൻ ദാസ്, ബഹ്റൈൻ കേരളീയ സമാജത്തിലെ തെരഞ്ഞെടുപ്പ് അത്യന്തം ആവേശകരമായിരുന്നു. രാവിലെ വാർഷിക ജനറൽ ബോഡിയോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചത്. ആകെ 1571 അംഗങ്ങളാണ് സമാജത്തിലുള്ളത്. ബഹുഭൂരിപക്ഷം അംഗങ്ങളും വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. ഇപ്പോൾ വോട്ടെണ്ണൽ പ്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇരു ടീമുകളും ആവേശത്തോടെ തന്നെ രംഗത്തുണ്ടായിരുന്നു. എങ്കിലും PV രാധാകൃഷ്ണപിള്ള നയിക്കുന്ന പാനലിനാണ് വിജയസാധ്യതയുടെ കാര്യത്തിൽ മുൻതൂക്കമുള്ളത്. വിവിധ സംഘടനകളും കൂട്ടായ്മകളും നൽകുന്ന പിന്തുണ സംബന്ധിച്ച അവസാനവട്ട അടിയൊഴുക്കുകളാണ് ഫലത്തെ നിർണ്ണയിക്കുക. അതോടൊപ്പം നിഷ്പക്ഷ വോട്ടുകളും നിർണായകമാകും. ഇതിന്റെ ശരി സിറാജ്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി. ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ചേർന്ന് നടത്തുന്ന ഭക്ഷ്യമേള നടക്കുന്നത് ഇലാഫ് ഹോട്ടലിലാണ്. 3 ദിവസത്തെ മേളയിൽ മിതമായ നിരക്കിൽ വിവിധ ഇന്ത്യൻ വിഭവങ്ങൾ രുചിച്ചറിയാം. വൈവിധ്യമാർന്ന ഇന്ത്യൻ രുചിഭേദങ്ങൾ സൗദിയിലെ സ്വദേശികൾക്കും വിദേശികൾക്കും പരിചയപ്പെടുത്താൻ 4ാം തവണയാണ് ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായി ജിദ്ദയിൽ വിപുലമായ ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നത്. കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖും ഇലാഫ് ഹോട്ടൽ പ്രസിഡന്റ് സിയാദ് അഹമ്മദ് ബിൻ മഹഫൂസും ചേർന്ന് മേള ഉദ്ഘാടനം ചെയ്തു. From 20 in terms of menu, in terms of people that are in this festival. ഡൽഹി അശോക ഹോട്ടലിലെ പ്രഗത്ഭ പാചകക്കാരായ ഗിരീഷ് കുമാർ പട്ടാമ്പി, വികാസ്, മെഹബൂബ് അലി എന്നിവരാണ് വിഭവങ്ങൾ ഒരുക്കുന്നത്. 4 ബൂത്തുകളിലാണ് ഇന്ത്യൻ രുചിവൈവിധ്യം ഒരുക്കിയിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ പവലിയനുകൾക്ക് പുറമെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിഭവങ്ങൾക്കായി പ്രത്യേക കൗണ്ടറും ഇവിടെയുണ്ട്. വിവിധതരം ബിരിയാണികൾ, പായസം തുടങ്ങി നാടൻ ദോശയും ഇഡ്ഡലിയും സാമ്പാറും അങ്ങനെ പോകുന്നു വിഭവങ്ങൾ. ഞായറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ രാത്രി 7 മുതൽ പുലർച്ചെ 1 മണി വരെ ഭക്ഷണം ആസ്വദിക്കാം. 75 റിയാൽ മുതൽ 175 റിയാൽ വരെയാണ് നിരക്ക്. ഈ മാസം 29 മുതൽ 31 വരെ തായിഫ് ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലിലും ഇന്ത്യൻ ഭക്ഷ്യമേള നടക്കുമെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. സാദിഖ് അലി തൂവൂർ, മീഡിയ 1, ജിദ്ദ. കുടിവെള്ള കുപ്പി കൊണ്ട് കൂറ്റൻ ആഗോള ഭൂപടം തീർത്ത് ഷാർജ യൂണിവേഴ്സിറ്റി ലോക റെക്കോർഡ് കരസ്ഥമാക്കി. കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ മൊസൈക്ക് പെയിന്റിംഗ് എന്ന റെക്കോർഡാണ് സർവകലാശാല സ്വന്തമാക്കിയത്. 154 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് ഷാർജ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും കൂറ്റൻ ഭൂപടമൊരുക്കിയത്. 38,000 കുടിവെള്ളക്കുപ്പികൾ ഇതിന് വേണ്ടിവന്നു. മിനറൽ വാട്ടർ സ്ഥാപനമായ മസാഫിയുടെ സഹകരണത്തോടെയായിരുന്നു റെക്കോർഡ് ശ്രമം. ലോക ജലദിനാചരണത്തിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി അക്കാദമിക് ഗൈഡൻസ് വിഭാഗമാണ് പദ്ധതി ഒരുക്കിയത്.
ജലത്തിന്റെ അമിത ഉപഭോഗം, പ്രകൃതി ചൂഷണം എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണമാണ് ലക്ഷ്യമെന്ന് യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ഹുമൈദ് മജൂൽ അൽ നുഐമി പറഞ്ഞു. ഗിന്നസ് ബുക്ക് അധികൃതർ റെക്കോർഡ് രേഖകൾ കൈമാറി. 2ാം തവണയാണ് ഷാർജ സർവകലാശാല ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്നത്. നേരത്തെ CD കൊണ്ട് മൊസൈക് പെയിന്റിംഗ് നടത്തിയാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. മീഡിയ 1 ഷാർജ. മിഡ് ഈസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡീഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.